قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. സൂറത്തുൽ ബഖറയിലെ 69-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഖാലു ദുഉ ലനാ, അവിടെ ദാലിന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. യുബയ്യിൻ ലനാ, സുക്കൂനുള്ള നൂനിന് ശേഷം ലാം വന്നു. ലാം അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ, മണിക്കലില്ലാത്ത ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂനിനെ ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത്. യുബയ്യിൻ ലനാ. ഖാല ഇന്നഹു, ഷദ്ദുള്ള നൂനായതുകൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഇന്നഹു. അതേപോലെ ഇന്നഹ ബഖറത്തുൻ സഫ്റാഉ, അവിടെ തൻവീന് ശേഷം സ്വാദ് വന്നു. സ്വാദ് അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അതിനുശേഷം സഫ്രാ എന്ന വാക്ക് ദീർഘിപ്പിക്കേണ്ടതാണ്. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് നിയമത്തിന്റെ പേര്. തസുറുൻ നാസിരീൻ, അവിടെ ഷദ്ദുള്ള നൂന് ആയതുകൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 69-ാമത്തെ ആയത്തിന്റെ അർത്ഥവും ആ ആയത്തിന്റെ ചെറിയ ഒരു വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബനു ഇസ്രായേലിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ കൊലയാളി ആരാണ് എന്ന കാര്യം അള്ളാഹുവിനോട് ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പശുക്കുട്ടിയെ അറുക്കുവാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ആ പശുവിനെ അറുക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ആ പശുവിനെ കുറിച്ച്, ആ പശുവിൻ്റെ പ്രായം എന്തായിരിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് അവർ അന്വേഷിക്കുകയും അതിനുള്ള മറുപടി മൂസാ നബി അലൈഹിസ്സലാം നൽകുകയും ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. എന്നാൽ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികൾ അവർ മൂസാ നബി അലൈഹിസ്സലാമിയെ ശല്യപ്പെടുത്തുന്ന വിഷയത്തിൽ വളരെയധികം മുന്നോട്ട് പോയ ഒരു സമുദായമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ, സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിയവരെ പോലെ ആകരുത് എന്നാണ് സൂറത്ത് അഹ്സാബിലെ 69-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമക്ക് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്ന പ്രത്യക്ഷ ശത്രുക്കളായിരുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന്റെ പ്രവാചകത്വ ജീവിത കാലഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാമക്ക് ഇതേ രൂപത്തിൽ സ്വന്തം ജനതയിൽ നിന്നും ധാരാളം ശല്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, മൂസാ നബി അലൈഹി സ്വലാമിയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്ന ആളുകളാണവർ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമി അനുസരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ അദ്ദേഹവുമായി വൈയക്തികമായി അവർ കാണിച്ച ഇടപാടുകളിൽ അവിടെയൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികൾ അദ്ദേഹത്തെ ശല്യം ചെയ്തിരുന്നത്. ഈ രൂപത്തിൽ അവർ ഉണ്ടാക്കിയ ഒരു പ്രയാസമാണ് ഇവിടെ പശുവിനെ അറുക്കുവാനുള്ള കൽപ്പന വന്നപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന ഓരോ സന്ദർഭങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. സഹോദരങ്ങളെ, ഇവിടെ പശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച ആ കാര്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ വീണ്ടും അവർ അള്ളാഹുവിനോട് ആ പശുവിനെ കുറിച്ച് കൂടുതലായി ചോദിക്കുകയാണ്. ഖാലു ദുഉ ലനാ റബ്ബക്, അവർ പറഞ്ഞു, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുവാൻ അവർ ആവശ്യപ്പെടുന്നത്? യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അതിന്റെ നിറം എന്തായിരിക്കുമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ആ സമയം മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ബനു ഇസ്രായേലിയർ ചോദിച്ച ആ കാര്യം, ആ പശുവിന്റെ നിറം എന്തായിരിക്കണമെന്ന കാര്യം ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹാ ബഖറ സഫറാഉ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാദിരീൻ, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുമാറ് നിറം തെളിഞ്ഞ മഞ്ഞ വർണ്ണമുള്ളതായ ഒരു പശുവായിരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഞ്ഞ നിറമുള്ള ആ പശുവിനെ കുറിച്ച് എടുത്തു പറഞ്ഞ, അതായത് ഫാഖിഉൻ ലൗനുഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശദീദത്തുസ് സുഫ്ര തകാദു മിൻ സുഫ്രതിഹാ തബീദ്, ആ മഞ്ഞയുടെ കാഠിന്യത്താൽ അതിൻ്റെ ആ പശുവിൻ്റെ മഞ്ഞ നിറം വെണ്മയായതായിരിക്കുമെന്നാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ മഞ്ഞയുടെ കാഠിന്യത്താൽ ആ പശുവിൻ്റെ മഞ്ഞ നിറം വെണ്മയായതായിരിക്കുമെന്നാണ് ഇവിടെ സഹാബി നമ്മെ അറിയിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയ്ക്ക് ആ പശുവിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തൊരു വിശേഷണം. ഇവിടെ ചില പണ്ഡിതന്മാർ പറയുകയാണ്, അവർക്ക് അള്ളാഹു മഞ്ഞ നിറത്തിലുള്ള പശുവിനെ അറുക്കുവാനായി കൽപ്പിച്ചത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ പഴയ പശുഭക്തി അത് നിരർത്ഥകമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് എന്നാണ്. അന്ന് ഇസ്രായേൽ സമുദായത്തിന്റെ സമീപ പ്രദേശത്തിലുള്ള ആളുകളിൽ പശുവിനെ ആരാധിക്കുന്ന ഒരു പ്രവണത അത് പരക്കെ അറിയപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സാമിരി എന്ന ഒരു ദുഷ്ട കഥാപാത്രം, അയാൾ മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങിക്കാൻ പോയ സന്ദർഭത്തിൽ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അന്വേഷിച്ചു പോയ ദൈവമാണ് ഇതെന്ന് വാദിക്കുകയും ചെയ്ത സംഭവം അത് നമ്മൾ വിശദമായി ഇതിനു മുമ്പ് ഈ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. മിസ്രിൽ താമസമാക്കിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് ശേഷം ഇസ്രായേൽ സന്തതികളിൽ അധംപതിച്ചു തുടങ്ങിയ അവരുടെ അധംപതിച്ചു പോകാനുണ്ടായ കാരണവും അതിൻ്റെ ചരിത്രവുമൊക്കെ അവരിൽ സംഭവിച്ച പല വ്യതിയാനങ്ങളും ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ വ്യതിയാനങ്ങളുടെ കൂട്ടത്തിൽ സംഭവിച്ച അവരിലേക്ക് കടന്നു വന്ന ഒരു ദുഷിച്ച സമ്പ്രദായമായിരുന്നു പശുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഈ ഒരു ദുഷിച്ച സ്വഭാവം. ഈ സ്വഭാവത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ആ പശുക്കുട്ടിയെ സാമിരി ഉണ്ടാക്കിയതും ആ സാമിരി ഉണ്ടാക്കിയത് അതിന് സ്വർണം കൊണ്ടാണ് സാമിരി ആ പശുക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ നിറം ഏതാണ്ട് ഇവിടെ പറയുന്ന പോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു പശുക്കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് പശുവിനെ അറുക്കുവാനുള്ള അല്ലാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അവരുടെ മനസ്സ് പാകപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പശുവിനെ അറുക്കുവാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അതൊരു കടുത്ത പരീക്ഷണമായിരുന്നു. ഹൃദയത്തിൽ സത്യവിശ്വാസം വേരുറച്ച നല്ല ഈമാനുള്ള വ്യക്തികൾക്കാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയും അതുപോലെ അവൻ്റെ പ്രവാചകന്റെ നിർദ്ദേശവും യാതൊരു പ്രയാസവും ഇല്ലാതെ ഉൾക്കൊള്ളുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ആ രൂപത്തിലുള്ള ഒരു ഹൃദയമായിരുന്നില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായികളായ ഇസ്രായേൽ ജനതക്ക് ഉണ്ടായിരുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പശുവിനെ അറുക്കുവാനുള്ള ഈ ഒരു കൽപ്പന, ആ കൽപ്പനയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറാൻ പല തവണ പല വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നാൽ ഇവിടെയൊക്കെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിക്കുന്നത് പൊതുവെ പശുവിനെ ആരാധിക്കുന്ന ആളുകളുടെ ഇടയിൽ അവർ പൂജിക്കാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കാറുള്ള സ്വർണ്ണ നിറമുള്ള ഒരു പശുവിനെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയറുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചു കിടക്കുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആ പശുവിനെ കുറിച്ച് പറയുന്ന കാര്യം തസുറുൻ നാദിരീൻ, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാകണമെന്നാണ്. അതായത് ആ ബലിമൃഗത്തെ കണ്ടാൽ നോക്കുന്നവന് സന്തോഷമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകണമെന്നാണ്. അതാണ് ഇമാം അസുദ്ദിയെ പോലെയുള്ള, ഇമാം ഖതാദയെ പോലെയുള്ള
താബിഈങ്ങളിൽപ്പെട്ട പ്രശസ്തരായ പണ്ഡിതന്മാർ അവർ ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് തുഅ്ജിബുൽ നാദിരീൻ, ഈ ബലിമൃഗം അത് നോക്കുന്നവനെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുമെന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 69-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ആയത്തിന്റെ തജ്വീദോട് കൂടിയുള്ള പാരായണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.